വിദ്യാർത്ഥികളെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 3ാം ക്ലാസ്സിലെ ആനുവൽ എക്സാം, അതായത് വാർഷിക പരീക്ഷയുമായി ബന്ധപ്പെട്ട ഗണിതം മാത്സിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസർ കീയുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ മക്കളെ, നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് ആക്ടിവിറ്റി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ്. അതുപോലെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് ആക്ടിവിറ്റിയിലേക്ക് കിടക്കാം. നോക്കൂ മക്കളെ, ഫസ്റ്റ് ആക്ടിവിറ്റി ഒരു കലണ്ടറാണ് തന്നിരിക്കുന്നത്. ആ കലണ്ടർ നോക്കിയിട്ട് താഴെ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻസിന് ഉത്തരം എഴുതാനാണ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ തന്നിരിക്കുന്നത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കൂ. വിച്ച് ഇയർ ഈസ് ദ കലണ്ടർ റെപ്രസെൻറ്റ്? ഇതിൽ ഏത് വർഷമാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്? ഏത് വർഷമാണ് മക്കളെ? 2025 2025 എന്നുള്ള വർഷമാണ് ഇതിൽ റെപ്രസെൻ്റ് ചെയ്യുന്നത്. വിച്ച് മന്ത്? ഇത് ഏത് മന്താണ്? ഇതിൽ മന്ത് തന്നിട്ടുണ്ട്. ഏത് മന്താണ് മക്കളെ? ഡിസംബർ. ഏതാണ്? ഡിസംബർ. ഇനി ഹൗ മെനി വെനസ്ഡേസ് ആർ ഇൻ ദ മന്ത്? ഈ മന്തിൽ എത്ര വെനസ്ഡേസ് ഉണ്ട്? നോക്കൂ, വെനസ്ഡേ ഇതാണ്. 1 2 3 4 5. എത്ര വെനസ്ഡേസ് ഉണ്ട്? 5 വെനസ്ഡേസ് അല്ലേ? വിച്ച് ഡേ ഇസ് ദ ഫസ്റ്റ് ഡേറ്റ് ഓഫ് നെക്സ്റ്റ് മന്ത്? അപ്പോൾ ഡിസംബർ കഴിഞ്ഞാൽ അടുത്ത മന്ത് ഏതായിരിക്കും? ജാനുവരി ആയിരിക്കും അല്ലേ? അപ്പോൾ ജാനുവരിയിലെ ഫസ്റ്റ് ഡേ ഏതായിരിക്കും? ഇവിടെ അവസാനിക്കുന്നത് ഏതിലാണ്? 31st വെനസ്ഡേയിലാണ് അവസാനിക്കുന്നത്. അപ്പോൾ നെക്സ്റ്റ് മന്തിൽ ഫസ്റ്റ് ഡേ ഏതായിരിക്കും? തേഴ്സ്ഡേ ആയിരിക്കും അല്ലേ? അപ്പോൾ നെക്സ്റ്റ് മന്തിൽ ഫസ്റ്റ് ഡേ എന്ന് പറയുന്നത് തേഴ്സ്ഡേ ആണ്. വാട്ട് വാസ് ദ ലാസ്റ്റ് വീക്ക് ഡേ ഓഫ് 2025? നവംബർ. എങ്ങനെയാണെങ്കിൽ നവംബറിലെ ലാസ്റ്റ് ഏതായിരിക്കും? സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴാണ്? ഫസ്റ്റ് മൺഡേ ആണ്. അപ്പോൾ ഏതായിരിക്കും ലാസ്റ്റ്? സൺഡേ അല്ലേ? അതായത് നവംബറിലെ. ഇത് ഡിസംബർ ആണല്ലോ തന്നിരിക്കുന്നത്. ഇത് നവംബർ. തൊട്ട് മുമ്പുള്ള മാസം ലാസ്റ്റ് ഡേ ഏതായിരിക്കും? സൺഡേ ആണ്. വാട്ട് വാസ് ദ ലാസ്റ്റ് വീക്ക് ഡേ ഓഫ് 2025 നമ്പർ? ലാസ്റ്റ് വീക്ക് ഡേ ഏതായിരിക്കും? സൺഡേ. ഓക്കെ അല്ലേ? ഇനി ബി ക്വസ്റ്റ്യൻ നോക്കൂ. വാട്ട് ഈസ് ദ ടൈം ഇൻ ദ ഗിവൺ ക്ലോക്ക്? ഇവിടെ താഴെ ക്ലോക്ക് തന്നിട്ടുണ്ട്. ആ ക്ലോക്കിൽ തന്നിരിക്കുന്ന ടൈം എത്രയാണ്? ദാ ചെറിയ സൂചി ഏതിലാണ്? 2ലാണ്. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതും? 2. ഇനി വലിയ സൂചി എവിടെയാണ് മക്കളെ തന്നിരിക്കുന്നത്? 5ലാണ്. അപ്പോൾ നമ്മൾ എങ്ങനെ എണ്ണുക? നമ്മൾ 1 മുതൽ എങ്ങനെ എണ്ണുക? 5 10 15 20 25. അപ്പോൾ വലിയ സൂചി എവിടെ വന്നത്? 2:25. അതായത് 2 hour and 25 minutes അല്ലേ? 2 hour 25 minutes. ഇനി വാട്ട് വിൽ ബി ദ ടൈം ആഫ്റ്റർ 40 minutes? 40 minutes കഴിഞ്ഞാൽ ടൈം എത്രയാവും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 40 minutes കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഇവിടെ നമുക്ക് ഉണ്ടാവും 40 minutes കഴിയണം. അപ്പോൾ ഇവിടെ ഇത് 5, ഇത് 10, ഇത് 15, ഇത് എത്രയാണ്? 20, 25, 30, 40 ആയി. 40 minutes കഴിഞ്ഞാൽ പിന്നെ വാട്ട് വിൽ ബി ദ ടൈം ഫോർ ദ ആഫ്റ്റർ 40 minutes എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എത്രയാണ്? 3 o'clock ആയില്ലേ? 3 hour and 35 40 30 35 40. അപ്പോൾ നമുക്ക് 40 മിനിറ്റ് കഴിഞ്ഞാൽ എവിടെ എത്തും? സ്മോൾ സൂചി 3ലും വലിയ സൂചി ഏതിലായിരിക്കും? 5ലും ആയിരിക്കും. അതായത് നമുക്കിവിടെ കിട്ടുന്ന ടൈം എന്ന് പറയുന്നത് എത്രയായിരിക്കും? 3 hour 5 minutes ആയിരിക്കും അല്ലേ? അപ്പോൾ 3 5 ആയിരിക്കും സമയം. അത് ഈ പിക്ചറിൽ നിങ്ങളോട് കാണിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ ചെറിയ സൂചി 3ലും വലിയ സൂചി നിങ്ങൾ 1ലേക്ക് ഇട്ടിട്ട് ടൈം കാണിക്കുക. ഓക്കെ അല്ലേ മക്കളെ? നമുക്ക് രണ്ടാമത്തെ ആക്ടിവിറ്റിയിലേക്ക് പോവാം. നോക്കൂ, ഫസ്റ്റ് തന്നിരിക്കുന്നത് ഒരു പിരിമിഡ് അല്ലേ? 600ഉം 200ഉം തന്നിട്ടുണ്ട്. ഇനി നമ്മളോട് ഇത് അടിയിൽ ഒരു നോട്ട് ഇട്ടിട്ട് 1100 അതായത് ഇത് രണ്ടും കൂട്ടിയിട്ട് 1100 നിന്ന് നമ്മൾ മൈനസ് ചെയ്താൽ നമുക്ക് ഇവിടെയുള്ള സംഖ്യ കിട്ടും. ഇത് ഏതാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? 600 + 200 ചെയ്യണം ആദ്യം. അപ്പം നിങ്ങൾക്ക് എത്ര കിട്ടും? 800 കിട്ടും. ഇനി എന്ത് ചെയ്യണം? നിങ്ങൾ ഈ 1100 നിന്ന് ഈ 800 കിട്ടിയില്ലേ? 800. അത് നിങ്ങൾ മൈനസ് ചെയ്യണം. അപ്പം നിങ്ങൾക്ക് എത്രയാണ് കിട്ടുക? 300 അല്ലേ? 11 നിന്ന് 8 മൈനസ് ചെയ്താൽ 3.
അല്ലേ? അപ്പോൾ നിങ്ങളിവിടെ എത്ര എഴുതണം? 300. ഇതുപോലെ തന്നെ ഇത് രണ്ടും പ്ലസ് ചെയ്യുക, എന്നിട്ട് ഈ ഇതിൽ നിന്ന് നിങ്ങൾ മൈനസ് ചെയ്യുക. അപ്പോൾ 500 പ്ലസ് 200 ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എത്ര കിട്ടും? 5 2 7 അല്ലേ? 700 കിട്ടും അല്ലേ? ഇനി നിങ്ങൾ എന്ത് ചെയ്യണം? ഈ 1200 നിന്ന് 700 മൈനസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണ് കിട്ടുക? 700 നിന്ന് മൈനസ് ചെയ്യുമ്പോൾ 12 7 പോയാൽ 500. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത് 500 മനസ്സിലായോ? ഇത് ആഡ് ചെയ്യുകയും സബ്സ്ട്രാക്റ്റ് ചെയ്യാനും ഉള്ളതാണ്. ക്ലിയർ ആണോ മക്കളെ? ഇനി ഇതേപോലെ ഇപ്പുറത്തേം ചെയ്യാം. 500 കേട്ടോ. ഇതുപോലെ അപ്പുറം ചെയ്യുക. അതായത് ഈ രണ്ട് സംഖ്യകൾ തമ്മിൽ നമ്മൾ കൂട്ടുക, എന്നിട്ട് ഇതിൽ നിന്ന് മൈനസ് ചെയ്യുക. അതായത് 435 പ്ലസ് എന്താണ്? 198. 435ഉം 198ഉം തമ്മിൽ നമ്മൾ എന്ത് ചെയ്യണം? കൂട്ടണം. എന്നിട്ട് നമ്മളിത് 872 നിന്ന് അത് മൈനസ് ചെയ്യണം. അപ്പോൾ നമുക്ക് എത്രയാണ് ആൻസർ കിട്ടുക? നമുക്ക് നോക്കാം. 435ന് 198 അല്ലേ? അപ്പോൾ 8 5 13 നമ്മൾ കൂട്ടിയിട്ട് എഴുതുക. അപ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുന്നത്? 633 കിട്ടുക. അപ്പോൾ ഇത് രണ്ടും കൂട്ടിയാൽ നിങ്ങൾക്ക് എത്ര കിട്ടും? 633. ഇനി 872 നിന്ന് 633 മൈനസ് ചെയ്യണം. അപ്പോൾ നടുക്കുള്ള സംഖ്യ കിട്ടും, നടുക്കുള്ള നമ്പർ കിട്ടും. അപ്പോൾ നടുക്കുള്ള നമ്പർ നോക്കി എത്രയായിരിക്കും? 2ൽ നിന്ന് 3 പോവില്ല. അപ്പോൾ നമ്മൾ ഇവിടുന്ന് കടം എടുത്തിട്ട് ഇവിടെ 12 ആക്കി അല്ലേ? ഇവിടെ 6 ആയി അല്ലേ? 12ൽ നിന്ന് 3 പോവുക. അപ്പോൾ എത്രയായി? 9. 6ൽ നിന്ന് 3 പോയാൽ 3. ഇനി 8ൽ നിന്ന് 6 പോയാൽ 2. അപ്പോൾ നമുക്കിവിടെ കിട്ടുന്ന സംഖ്യ എത്രയാണ്? 239. ഇനി ഇവിടെ കിട്ടാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഈ രണ്ട് സംഖ്യകളും കൂടി പ്ലസ് ചെയ്തിട്ട് ഇതിൽ നിന്ന് മൈനസ് ചെയ്യുക. അപ്പോൾ നമുക്ക് പ്ലസ് ചെയ്ത് വെക്കാം. 239 പ്ലസ് 175 അല്ലേ? അപ്പോൾ നമുക്ക് എത്ര കിട്ടണത്? 414 നിങ്ങൾക്ക് ആൻസർ കിട്ടും. ഇനി നിങ്ങൾ എന്ത് ചെയ്യണം? ഈ 962 ഈ സൈഡിലേക്ക് ആയതുകൊണ്ട് 962 962 നിന്ന് ഈ 414 നിങ്ങൾ എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. 414 നിങ്ങൾ മൈനസ് ചെയ്യുക. 12ൽ നിന്ന് 4 പോയാൽ എത്രയാണ്? 8 അല്ലേ? 2ൽ നിന്ന് 4 പോവില്ല. അപ്പം നമ്മൾ ഇവിടുന്ന് കടമെടുത്ത് 12 ആക്കി. 12ൽ നിന്ന് 4 പോയാൽ 8. പിന്നെ ഇവിടെ 5 ആയി. 5ൽ നിന്ന് 1 പോയാൽ 4. പിന്നെ 9ൽ നിന്ന് 4 പോയാൽ എത്രയാണ്? 5. അപ്പോൾ നമുക്കിവിടെ കിട്ടുന്ന ആൻസർ എത്രയാണ്? 548 എന്നാണ് ആൻസർ കിട്ടുക. മനസ്സിലായോ? നമ്മളിതൊക്കെ മാച്ച് കളയണം. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇങ്ങനെ താഴേക്ക് കാണാനുള്ളതാണെങ്കിൽ ആദ്യം ഇത് തമ്മിൽ പ്ലസ് ചെയ്യുക. എന്നിട്ട് ആ പ്ലസ് ചെയ്യുമ്പോൾ കിട്ടണതിനെ നമ്മൾ എന്ത് ചെയ്യണം? ഇതും കൊണ്ട് മൈനസ് ചെയ്യണം. താഴെ കൊടുത്തിരിക്കുന്ന ആൻസർ കൊണ്ട് മൈനസ് ചെയ്യണം. അടുത്തത് ഇത് രണ്ടും ഈ സൈഡിലേക്ക് കാണണമെങ്കിൽ ഇത് രണ്ടും പ്ലസ് ചെയ്യുക. എന്നിട്ട് ഈ വലിയ സംഖ്യയിൽ നിന്ന് ആ കിട്ടിയ സംഖ്യേനെ മൈനസ് ചെയ്യുക. ഇനി താഴെ ഇതുപോലെ ഇവിടെ ഇങ്ങനെ 2 നമ്പേഴ്സാണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ ഇത് രണ്ടും പ്ലസ് ചെയ്തിട്ട് ആ പ്ലസ് ചെയ്യുമ്പോൾ കിട്ടണതിൽ നിന്ന് ഇത് മൈനസ് ചെയ്യുക. പിന്നെ അപ്പോൾ ഇവിടെ ആൻസർ കിട്ടും. ഈ ആൻസർ കിട്ടും നമുക്കിവിടെ. അപ്പോൾ ഇത് രണ്ടും നമ്മൾ പ്ലസ് ചെയ്തിട്ട് എന്ത് ചെയ്യണം? ഈ കിട്ടിയ ആൻസറിൽ നിന്ന് ഇതിനെ മൈനസ് ചെയ്യണം. ക്ലിയർ ആയോ മക്കളെ? ഇനി അങ്ങനെയാണെങ്കിൽ അടുത്ത പാറ്റേൺ കംപ്ലീറ്റ് ചെയ്യാനാണ് 0 1 108 പിന്നെന്താണ് 236 354. അടുത്തത് എത്രയായിരിക്കും? ഇവിടെ നോക്കിയാൽ മതി. 1 2 3. അപ്പോൾ അടുത്തത് എത്രയായിരിക്കും? 4 ആയിരിക്കും. 1 3 5 ഒറ്റ സംഖ്യകളാണ് അല്ലേ? അപ്പോൾ അടുത്ത് വന്നത് 7. പിന്നെയോ ഇവിടെ നോക്കൂ 8 6 4 4 അടുത്തത് എത്രയായിരിക്കും? 2 ഇരട്ട സംഖ്യകൾ അല്ലേ? 8 6 4 അടുത്തത് എത്രയാണ്? 2. ഇനി അടുത്ത് നോക്കി അങ്ങനെയാണെങ്കിൽ അടുത്തല്ല എത്ര പിന്നെ? ഇത് 1 2 3 4 അടുത്ത 5. ഇത് എത്രയാണ്? 1 3 5 7 അടുത്ത എത്രയായിരിക്കും? 9 അല്ലേ? പിന്നെ 8 6 4 2 പിന്നെ 0. ഇനി അതുപോലെ ഇവിടെ 999 889 779 അടുത്തത് എത്രയായിരിക്കും? 669 669. അടുത്തത് എന്താണ്? 559 അല്ലേ?
2 9, ഇവിടെ 2 8, ഇവിടെ 2 7, അടുത്ത് 2 6, 2 5, ലാസ്റ്റിൽ എപ്പോഴും 9. മനസ്സിലായോ? നോക്കൂ മക്കളെ, സി ക്വസ്റ്റ്യൻ. അറേഞ്ച് 121 സ്റ്റുഡൻസ് ഇൻ ടു റോസ് ആൻഡ് കോളംസ് വിത്ത് സെയിം നമ്പർ ഓഫ് സ്റ്റുഡൻസ്. റോയിലും കോളും സെയിം നമ്പർ ഓഫ് സ്റ്റുഡൻസ് വേണം 121 സ്റ്റുഡൻസിനെ അറേഞ്ച് ചെയ്യണം. അപ്പോൾ ഹൗ മെനി സ്റ്റുഡൻസ് ആർ ഇൻ എ റോ? അപ്പോൾ റോയിൽ എത്ര സ്റ്റുഡൻസ് ഉണ്ടാവണം? 11. റോയിലും 11. ഹൗ മെനി സ്റ്റുഡൻസ് ആർ കോളം? കോളത്തിലും 11. എന്നാലല്ലേ നമുക്ക് 11 × 11, 1 × 1 1, 1 × 1 1, 1 × 1 1, 1 × 1 1, 1 1 1 + 1 2 1, 121 സ്റ്റുഡൻസ് അങ്ങനെയാണ് കിട്ടുക. അപ്പോൾ ഹൗ മെനി സ്റ്റുഡൻസ് ഇൻ റോ? 11. ഹൗ മെനി സ്റ്റുഡൻസ് ആർ ഇൻ കോളം? 11. ആക്ടിവിറ്റി 3 നോക്കൂ മക്കളെ. ഇതാ ഒരു ചാർട്ട് അവിടെ തന്നിട്ടുണ്ട് അല്ലേ. ആർട്ടിക്കിൾസ് ബോട്ട് ബൈ ലേഖ ഫ്രം കൃപ സ്റ്റോർ ഇസ് ഗിവൺ ബിലോ. കൃപ സ്റ്റോറിലെ ആർട്ടിക്കിൾസ് ആണ് തന്നിരിക്കുന്നത്. ദ ആർട്ടിക്കിൾസ് ബോട്ട് ഫ്രം ദ ഷോപ്പ് ഇൻ പുട്ട് ഇൻ ബ്ലൂ ക്ലോത്ത് ബാഗ് ആൻഡ് റെഡ് ബാഗ്. ഇഫ് ഓൺലി 100 gram ഓഫ് ആർട്ടിക്കിൾസ് ക്യാൻ ബി പുട്ട് ഇൻ ദ ബ്ലൂ ബാഗ്. ബ്ലൂ ബാഗിൽ എത്ര ഇടാമുള്ളൂ? 100 gram ഇടാവുള്ളൂ. ബാക്കിയുള്ളത് റെഡ് ബാഗ്. വിച്ച് ആർട്ടിക്കിൾസ് ക്യാൻ ബി പുട്ട് ഇൻ ദ ബ്ലൂ ബാഗ്. അപ്പോൾ ബ്ലൂ ബാഗിൽ ഏതൊക്കെയാണ് ഇടാൻ പറ്റുന്നത്? അപ്പോൾ ബ്ലൂ ബാഗിൽ മൊത്തം എത്രയേ പറ്റുള്ളൂ? 1000 gram, 1000 gram ഉള്ളതേ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾക്കത് എങ്ങനെയൊക്കെ ഏതൊക്കെ സാധനങ്ങൾ മേടിച്ചിട്ട് ഇടാം എന്നാണ് നോക്കേണ്ടത്. അപ്പോൾ 1000 കിട്ടാൻ ഏതൊക്കെ പോസിബിലിറ്റീസ് ഉണ്ട് എന്നാണ് നോക്കേണ്ടത്. നമുക്ക് എന്തൊക്കെ വാങ്ങിക്കാം? 1000 കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഷുഗറും ബീൻസും വാങ്ങിക്കാം. അപ്പോൾ രണ്ടും 500 വെച്ചിട്ടാണ്. അപ്പോൾ 500 പ്ലസ് എത്രയാണ്? 1000 ആയി അല്ലേ. ഷുഗർ, ബീൻസ് ഉണ്ട്. പിന്നെ നമുക്ക് എന്തൊക്കെ വാങ്ങിക്കാം? പിന്നെ നമുക്ക് എന്തൊക്കെ വാങ്ങിക്കാം? ഓണിയൻ വാങ്ങിക്കാം. ഓണിയൻ വാങ്ങിക്കാം. പിന്നെ ഒരു 200ൻ്റെ അല്ലേ ക്യുമിൻ സീഡും. ഓണിയനും പിന്നെന്താണ്? ക്യുമിൻ സീഡ്. അപ്പോൾ ഓണിയന് 800 ആണ്, പ്ലസ് ക്യുമിൻ സീഡിന് എത്രയാണ്? 200 ആണ്. അപ്പോൾ എത്രയായി അല്ലേ? 1000 ആയി. അടുത്തത് പിന്നെ എന്താ ചെയ്യാവുന്നത്? ഇങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ എഴുതാം കേട്ടോ. പിന്നെ ഓണിയനും ടീയും പിന്നെന്താണ്? മസ്റ്റാർഡും, കടുക്. ഓണിയനും ടീയും മസ്റ്റാർഡ്. അതായത് ഓണിയൻ എത്രയാണ്? 800 ആണ്. ടീക്ക് എത്രയാണ്? 100 ആണ്. മസ്റ്റാർഡിന് എത്രയാണ്? 100 ആണ്. അപ്പോഴും എത്രയായി? 1000. അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ പോസിബിലിറ്റീസും നിങ്ങളോട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ഇതിൻ്റെ ബി ക്വസ്റ്റ്യൻ നോക്കൂ. വാട്ട് ഇസ് ദ വെയ്റ്റ് ഓഫ് ആർട്ടിക്കിൾസ് ഇൻ ദ റെഡ് ബാഗ്? റെഡ് ബാഗിൽ എത്രത്തോളമായിരിക്കും? അപ്പം നമുക്കറിയാം എന്താണ് വെയ്റ്റ് ഓഫ് ആർട്ടിക്കിൾസ് ഇൻ ദ റെഡ് ബാഗ് എത്രയായിരിക്കും? അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇത് മുഴുവൻ പ്ലസ് ചെയ്യുക. അതായത് ഇത് മുഴുവൻ പ്ലസ് ചെയ്തിട്ട് എത്രയുണ്ട് ടോട്ടലിന് നോക്കുക. ആ ടോട്ടലിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? 1000 മൈനസ് ചെയ്യുക. ഇത് മൊത്തം ടോട്ടൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എത്രയാണ് കിട്ടുന്നത്? ടോട്ടൽ വെയിറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എത്രയാണ് കിട്ടുന്നത്? 3000 ആണ്. എത്രയാണ്? 3000. അപ്പം 3000 നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? അതായത് 250, 800, 1000, 500, 100, 150, 200, 150 ഇത്രയും നിങ്ങൾ എന്ത് ചെയ്യണം? പ്ലസ് ചെയ്യണം. ഇത് പ്ലസ് ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ വെയിറ്റ് എത്ര കിട്ടണേ? 3000. അപ്പോൾ 3000 നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? 1000 മൈനസ് ചെയ്യണം. അപ്പം നിങ്ങൾക്ക് എത്ര കിട്ടണേ? 2000 അല്ലേ? 2000. അപ്പോൾ വാട്ട് ഈസ് ദ വെയിറ്റ് ഓഫ് ആർട്ടിക്കിൾസ് ഇൻ ദ റെഡ് ബാഗിൽ എത്ര? 2000. മനസ്സിലായോ? വാട്ട് ഈസ് ദ ടോട്ടൽ വെയിറ്റ് ഓഫ് ഓൾ ആർട്ടിക്കിൾസ് ഇൻ ബോത്ത് ബാഗ്? രണ്ട് ബാഗിലും കൂടി എത്ര ഉണ്ടാവും? ഇതിൽ 2000 മറ്റേതിൽ 1000 അല്ലേ. 2000 പ്ലസ് 1000 എത്രയാണ്? 3000. അപ്പോൾ നമ്മൾ മോളിൽ ചെയ്ത് തന്നെ അല്ലേ. ഹൗ മെനി കിലോഗ്രാംസ് ഇൻ ഓൾ? മൊത്തം എത്ര കിലോഗ്രാം ഉണ്ടാവും? ഇതൊക്കെ തന്നിരിക്കുന്നത് എന്തിലാണ്? ഗ്രാമിലാണ്. ഗ്രാമിനെ കിലോഗ്രാമിലേക്ക് ആക്കുമ്പോൾ എത്രയാണ്? 3 kg അല്ലേ. 0 വെട്ടിപ്പോയാൽ മതി അല്ലേ. ഗ്രാമിനെ കിലോഗ്രാമിലേക്ക് ആക്കുമ്പോൾ 3 കിലോ. ഒരു കിലോ എന്ന് പറയുന്നത് 1000 ഗ്രാമാണ്. അപ്പം 3000 ഗ്രാം എന്ന് പറയുന്നത് 3 കിലോ. മനസ്സിലായോ?
ആക്ടിവിറ്റി 4 നോക്കൂ. ഉഷ ആൻഡ് നിഷ വിഷ് ടു ഗോ ടൂർ. ഉഷയും നിഷയും കൂടി ടൂർ. ഉഷ ആൻഡ് നിഷ വിഷ് ടു ഗോ ടൂർ. ദെൻ നീഡ് ന്യൂ ബാഗ് ആൻഡ് ന്യൂ ചപ്പൽസ്. അവർക്ക് എന്തുണ്ട്? ബാഗും പുതിയ ചപ്പൽസും വേണം. നിഷ ഹാസ് 1000 rupees ആൻഡ് ഉഷ ഹാസ് 1800 rupees. നിഷയുടെ കയ്യിൽ 1000 രൂപയും ഉഷയുടെ കയ്യിൽ 1800 രൂപയും ഉണ്ട്. ദേ റീച്ച്ഡ് ലാലി മോൾ. അവരിവിടെ എത്തി, ലാലി മോളിലെത്തി. ഡിഫറെൻറ്റ് ബാഗ്സ് ആൻഡ് ചപ്പൽസ് വെയർ ദെയർ. അവിടെ ഒരുപാട് ചപ്പൽസും ബാഗുകളൊക്കെ ഉണ്ടായിരുന്നു. 1 blue bag കോസ്റ്റ് 620 രൂപ. ഒരു ബ്ലൂ ബാഗിന് എത്രയാണ്? 620 രൂപയാണ്. ആൻഡ് യെല്ലോ ബാഗ് കോസ്റ്റ് 520 രൂപ. യെല്ലോ ബാഗിന് 520 രൂപയും ബ്ലൂ ബാഗിന് 620 ചപ്പൽസ് കോസ്റ്റ് 240 rupees. ചപ്പലിന് 240 രൂപയാണ്. ഷൂസ് കോസ്റ്റ് 390 rupees. 390 രൂപയാണ്. ഉഷ ബോട്ട് എ ബ്ലൂ ബാഗ് ആൻഡ് ഷൂസ്. നിഷ ബോട്ട് യെല്ലോ ബാഗ് ആൻഡ് ചപ്പൽസ്. ഉഷ ബ്ലൂ ബാഗും ഷൂസും വാങ്ങിച്ചു. നിഷ യെല്ലോ ബാഗും ചപ്പൽസും വാങ്ങിച്ചു. അപ്പോൾ ഹൗ മച്ച് ഉഷ സ്പെൻഡ്? ഉഷ എത്രയാണ് സ്പെൻഡ് ചെയ്തത്? അപ്പോൾ ഉഷ വാങ്ങിച്ചത് എന്തൊക്കെയാണ്? ബ്ലൂ ബാഗ്. ബ്ലൂ ബാഗിന് എത്ര രൂപയാണ് നമ്മൾ നോക്കി? ബ്ലൂ ബാഗിന് എത്രയാണ് മക്കളെ? 620 രൂപയാണ്. അപ്പോൾ 620 പ്ലസ് പിന്നെ എന്താണ് വാങ്ങിച്ചത്? ഷൂസാണ്. ഷൂസിന് എത്രയാണ്? 390 രൂപയാണ്. അപ്പോൾ 620 പ്ലസ് 390 എത്രയാണ്? 1010 അല്ലേ? അപ്പോൾ 1010 രൂപയാണ് ആർക്കായത്? ഉഷയ്ക്കായത്. അങ്ങനെയാണെങ്കിൽ നിഷയ്ക്ക് എത്രയാണ്? നിഷ എന്തൊക്കെയാണ് വാങ്ങിച്ചത്? നിഷ വാങ്ങിച്ചത് യെല്ലോ ബാഗും ചപ്പലുമാണ്. യെല്ലോ ബാഗിന് എത്രയാണ്? യെല്ലോ ബാഗിന് 520 rupees. അപ്പോൾ 520 പ്ലസ് ചപ്പലിന് എത്ര രൂപയാണ്? 240 രൂപയാണ്. 240. അപ്പോൾ അവൾക്ക് എത്രയായി? 760 rupees. 760 രൂപയാണ് അവൾക്കായത്. അപ്പോൾ ഇത് രണ്ടും കൂടി പ്ലസ് ചെയ്താൽ മതി. ഇനി ബി ക്വസ്റ്റ്യൻ നോക്കൂ. ഹൗ മച്ച് ബാലൻസ് എമൗണ്ട് ഇൻ ഉഷാസ് ഹാൻഡ്? ഉഷയുടെ കയ്യിൽ ഇനി ബാക്കി എത്ര ബാലൻസ് ഉണ്ടാവും? ഉഷയുടെ കയ്യിൽ മൊത്തമുള്ളത് എത്രയാണ്? ഉഷയുടെ കയ്യിൽ മൊത്തമുള്ളത് 1800 അല്ലേ? അപ്പോൾ 1800 മൈനസ് ബാലൻസ് നോക്കാനല്ലേ, അപ്പോൾ നമ്മൾ മൈനസ് ചെയ്യണം. അവൾ എത്ര ചിലവാക്കിയത്? 1010 അല്ലേ? 1010 1010. ഇനി അപ്പോൾ എന്ത് ചെയ്യണം? 1800 നിന്ന് 1010 നമ്മൾ മൈനസ് ചെയ്യണം. അപ്പോൾ നമുക്ക് എത്ര കിട്ടുക? 790 അല്ലേ? 790 രൂപയാണ് ഉഷയുടെ കയ്യിൽ ബാലൻസ് ഉള്ളത്. അങ്ങനെയാണെങ്കിൽ നിഷയുടെ കയ്യിൽ എത്രയുണ്ട്? നിഷയ്ക്ക് മൊത്തം എത്രയാണുള്ളത്? 1000. അവൾ എത്ര ചിലവാക്കിയത്? 760 രൂപയാണ് ചിലവാക്കിയത്. അപ്പോൾ 1000-ൽ നിന്ന് 760 മൈനസ് ചെയ്താൽ ബാക്കി എത്രയുണ്ട്? 240 rupees. ഇനി ബാലൻസ് എമൗണ്ട് രണ്ടാളുടെയും കയ്യിൽ എത്രയുണ്ട്? ഇപ്പം ഉഷയുടെ കയ്യിൽ എത്രയുണ്ട്? 790. നിഷയുടെ കയ്യിൽ എത്രയുണ്ട്? 240. അപ്പോൾ ബാലൻസ് എത്രയുണ്ടെന്ന് അറിയാൻ വേണ്ടി രണ്ടും കൂടി കൂട്ടുക. അപ്പോൾ 790 പ്ലസ് 240 എത്രയാണ്? 1030. അഡീഷണൽ സബ്സ്ട്രാക്ഷനൊക്കെ നന്നായി മക്കൾ പഠിച്ചു വെക്കണം കേട്ടോ. ആക്ടിവിറ്റി 5 നോക്കൂ. ഫോളോയിങ് ഇസ് ജോമെട്രിക്കൽ ചാർട്ട് പ്രിപ്പയർഡ് ബൈ സ്റ്റുഡൻസ് അച്ചൂസ് ക്ലാസ് ഫോർ എ മാത്ത് ഫെസ്റ്റിവൽ. മാത്ത് ഫെസ്റ്റിവലിന് വേണ്ടി അച്ചുവിൻ്റെ ക്ലാസ്സിൽ അച്ചുവിൻ്റെ ക്ലാസ്സിലെ സ്റ്റുഡൻസ് ഉണ്ടാക്കിയിരിക്കുന്ന ജോമെട്രിക്കൽ ചാർട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഹൗ മെനി സർക്കിൾസ് ആർ ദയർ? ഇതിൽ എത്ര സർക്കിൾസ് ഉണ്ടെന്ന് കൗണ്ട് ചെയ്യുക. അപ്പോൾ സർക്കിൾസ് നിങ്ങൾ എണ്ണുക. ഇതിലുള്ള സർക്കിൾസ് എണ്ണുക. 1 2 3 4 5 6 7 8 9 10 11 12 13. മൊത്തം എത്രയുണ്ട്? 30. ഈ കുഞ്ഞ് സർക്കിൾസ് ആണ് എണ്ണേണ്ടത്. 13 അല്ലേ? ഇനി ഹൗ മെനി റെക്റ്റാങ്കിൾസ്? റെക്റ്റാങ്കിൾ എത്ര ഉണ്ട്? റെക്റ്റാങ്കിൾസ് എത്ര ഉണ്ട്? 1 2 3 4 5 6 7 8 9. മൊത്തം എത്ര ഉണ്ട്? 9 റെക്റ്റാങ്കിൾ ആണുള്ളത്. ഇനി ട്രയാങ്കിൾസ് എത്ര ഉണ്ട്? 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 31. മുഴുവൻ ട്രയാങ്കിൾസ് എണ്ണം. ഇതൊക്കെ ട്രയാങ്കിളിൽ വരും അല്ലേ? ഈ ട്രയാങ്കിൾസ് ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? കൗണ്ട് ചെയ്യണം. അല്ലാതെ ഈ വലിയ ട്രയാങ്കിൾ മാത്രം കൗണ്ട് ചെയ്ത് എഴുതരുത്. അപ്പോൾ മൊത്തം എത്രയാണ്? 31 ട്രയാങ്കിൾസ് ആണ് ഉള്ളത്. ഇനി താഴെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. റൈറ്റ് ദ മസ്റ്റ് ടേബിൾ നെയിം ഓഫ് ദ ഷേപ്പ്. സർക്കിൾസ് എത്രയാണ്?
13. റെക്റ്റാങ്കിൾസ് എത്രയാണ്? 9. ട്രയാങ്കിൾസ് എത്രയാണ്? 31. അപ്പോൾ ടോട്ടൽ എത്രയുണ്ട്? ടോട്ടൽ 3 കൂടെ കൂടി കൂട്ടുക. അപ്പോൾ എത്ര കിട്ടും? 53. എത്രയാണ്? 3 കൂടെ കൂടി പ്ലസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എത്ര കിട്ടി? 53 കിട്ടി. ജോമെട്രിക്കൽ ചാർട്ട് പ്രിപ്പയർഡ് ബൈ സ്റ്റുഡൻസ് ഓഫ് രാജുസ് ക്ലാസ്സസ് ഗിവൺ ബിലോ. ഇത് രാജുവിൻ്റെ ക്ലാസ്സിൽ ചെയ്തിരിക്കുന്ന ചാർട്ടാണ്. ഇതിനും ഇതുപോലെ ഷേപ്പിൻ്റെ ബേസിൽ നിങ്ങൾ ടേബിൾ ചെയ്യാനാണ് പറഞ്ഞത്. ഇതിൽ എത്ര സർക്കിൾ ഉണ്ട്, എത്ര ട്രയാങ്കിൾസ് ഉണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എത്ര സർക്കിൾസ് ഉണ്ട്? 1 2 3 4 5. പിന്നെ വലിയ ഒരെണ്ണം ഉണ്ട് അല്ലേ, അത് എത്രയാണ്? 6. അപ്പം മൊത്തം സർക്കിൾസ് എത്ര എണ്ണം ഉണ്ട്? 6. ഇനി ഇതുപോലെ ട്രയാങ്കിൾസ് ഉണ്ട്. ട്രയാങ്കിൾസ് നോക്കൂ. 1 2 3 4 5 6 7 8 9 10. മൊത്തം എത്രയുണ്ട്? 10. അപ്പോൾ ഇവരുടെ ടോട്ടൽ എത്രയാണ്? 16 അല്ലേ? ടോട്ടൽ ഷേപ്സ് എത്രയുണ്ട്? 16 ഷേപ്സ് ഉണ്ട് അല്ലേ? ടോട്ടൽ ഇവിടെ ചോദിച്ചിട്ടില്ല, അപ്പം നമ്മൾ ടോട്ടൽ എഴുതണ്ട. ഇനി സ്റ്റുഡൻസ് ഓഫ് വിച്ച് ക്ലാസ് പ്രിപ്പയർഡ് മോർ ട്രയാങ്കിൾസ്. കൂടുതൽ ട്രയാങ്കിൾസ് ഉപയോഗിച്ചത് ആരുടെ ക്ലാസ്സാണ്? എന്താ നോക്കൂ, രാജുവിൻ്റെ ക്ലാസ്സിൽ 10 ഉള്ളൂ, അച്ചുവിൻ്റെ ക്ലാസ്സിൽ 31 ആണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചത് ആരാണ്? അച്ചൂസ് ക്ലാസ് അല്ലേ? അച്ചുവിൻ്റെ ക്ലാസ്സാണ് കൂടുതൽ ഉപയോഗിച്ചത്. ഹൗ മെനി മോർ, എത്രയാണ് കൂടുതൽ ഉപയോഗിച്ചതെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 31 10 മൈനസ് ചെയ്യണം അല്ലേ? അപ്പോൾ എത്രയാണ്? 1 0 പോയാൽ 1, 3 1 പോയാൽ എത്രയാണ്? 2. അപ്പം മൊത്തം എത്രയാണ് കൂടുതൽ ഉപയോഗിച്ചേക്കണേ? 21 ആണ് എന്ത് ചെയ്യുന്നത്? മോർ ട്രയാങ്കിൾസ് യൂസ് ചെയ്തേക്കുന്നത്. മനസ്സിലായോ മക്കളെ നിങ്ങൾക്ക്? 56 നോക്കൂ. സി ദ മെഷറിംഗ് വെസൽസ്. കുറച്ച് വെസൽസ് തന്നിട്ടുണ്ട്, മെഷർമെൻറ്റിൻ്റെ ഉള്ള വെസൽസ് തന്നിട്ടുണ്ട്. അച്ചു നീഡഡ് 1 ലിറ്റർ ആൻഡ് 250 ml ഓഫ് മിൽക്ക്. അച്ചുവിന് വേണ്ടത് 1 ലിറ്ററും 250 ml മിൽക്കുമാണ്. 1 ലിറ്റർ 250 ml മിൽക്ക്, 1 ലിറ്ററും 250 ml മിൽക്കും വേണം. അങ്ങനെയാണെങ്കിൽ യൂസിങ് വിച്ച് വെസൽ ആൻഡ് ഹൗ മെനി ടൈംസ് ഇറ്റ് ക്യാൻ ബി ഡൺ. അങ്ങനെയാണെങ്കിൽ ഏത് വെസൽ എത്ര പ്രാവശ്യം ഉപയോഗിക്കണം എന്നുള്ളത്, ഈ 1 ലിറ്റർ 250 ml കിട്ടാൻ വേണ്ടിയിട്ട് എത്ര പ്രാവശ്യം ഉപയോഗിക്കണം എന്നുള്ളത് നിങ്ങൾ നോക്കുക. അപ്പോൾ 1 ലിറ്റർ ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 1 ലിറ്റർ ഉപയോഗിക്കാം. 1 ലിറ്ററും പിന്നെ എന്ത് മതി? 250 കൂടെ മതി അല്ലേ? അപ്പോൾ ഒരു 200 ml ഒരെണ്ണം ഉപയോഗിക്കാം. പിന്നെ എത്ര മക്കളെ ഉള്ളത്? 150 ml, ഒരു 50 ml ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് 1 ലിറ്ററും 200 ml 150. ഇത് 1, ഇതും 1 പ്രാവശ്യം, ഇതും 1 ആയാൽ നമുക്ക് എത്ര കിട്ടി? 1 ലിറ്റർ ആൻഡ് 250. ഇങ്ങനെ ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. അടുത്തത് വേണമെങ്കിൽ ഇത് 2 പ്രാവശ്യവും പിന്നെ ഇത് 1 പ്രാവശ്യവും ഇതും 1 പ്രാവശ്യം ആയാലും എന്താണ് നിങ്ങൾക്ക് എത്ര തന്നെ കിട്ടുക? 1 ലിറ്ററും 250 ml ആണ്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അതിനെ എഴുതാം. നമുക്ക് ചെയ്യുമ്പോൾ 1 ലിറ്ററും 250 ml ഓഫ് മിൽക്കും കിട്ടിയാൽ മതി. ഇനി അടുത്ത് പറഞ്ഞിരിക്കുന്നത് അമ്മു നീഡഡ് 1 ലിറ്റർ ആൻഡ് 850 ml ഓഫ് മിൽക്ക് ഹൗ ക്യാൻ ബി മെഷേർഡ്. അടുത്ത് വേണ്ടത് എത്രയാണ്? 1 ലിറ്ററും 850 ml ആണ്. അപ്പോൾ ആദ്യം തന്നെ 1 ലിറ്റർ, ഒരു 1 ലിറ്ററിൻ്റെയും പിന്നെ നമുക്ക് എന്തെടുക്കാം? 500 ml അല്ലേ? ഒരു 500 ml. അപ്പോൾ 500ആയി. ഇനി നമുക്ക് എത്ര ഇടാം? എത്ര എടുക്കാം? 200 ml. 200 ml അല്ലേ? 200 ml. അപ്പോൾ 500 600 700ആയി. ഇനി 800 കിട്ടാൻ 100 ഉണ്ട് അല്ലേ? 100 ml പിന്നെ എന്താണ് പ്ലസ് 150 ml. ഇത്ര എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 1 ലിറ്റർ ആൻഡ് 850 ml കിട്ടും. അപ്പോൾ 1 ലിറ്റർ പിന്നെ എന്താണ് 500 ml അല്ലേ? 500 ml എന്ന് പറഞ്ഞാൽ 1000 ml ആണ് 1 ലിറ്റർ അല്ലേ? അപ്പോൾ 500 ml ഒരെണ്ണവും 200 ml 100 ml 50. അപ്പോൾ 500 200 100 50 കൂട്ടിയാൽ മതി. അപ്പോൾ നമുക്ക് 500 600 700 800 850 എന്ന് കിട്ടും. അപ്പോൾ 1 ലിറ്റർ 850 ml എന്ന് കിട്ടും. ഇനി നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും രീതിയിൽ 1 ലിറ്റർ 850 ml കിട്ടുന്നുണ്ടെങ്കിൽ അങ്ങനെയും എഴുതാം.
അപ്പോൾ ഇത്രയൊക്കെയാണ് മക്കളെ മാത്സിൻ്റെ ആക്ടിവിറ്റീസ് ഉള്ളത്. മക്കൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. ആദ്യമായി ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നന്നായി പഠിക്കുക, എക്സാമിന് നന്നായി പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്, ദെൻ സീ യു അഗെയിൻ. താങ്ക് യു.